ഭീകര സംഘടനയായ PFIക്ക് അൽ-ഖ്വയ്ദ IS ലക്ഷറി ബന്ധം. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച NIA ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട ആസൂത്രണങ്ങൾ നടത്തി. രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നും NIA കണ്ടെത്തുന്നു. മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു. ലോക ഭീകര സംഘടനകളുടെ പതിപ്പാണ് PFI എന്നും NIA. PFI ഭീകരരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ ഉള്ളത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് NIA കണ്ടെത്തുന്നത്. പ്രത്യേകിച്ചും PFIക്ക് അൽ-ഖ്വയ്ദ IS ലക്ഷർ ബന്ധം ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ. ഇതിൻ്റെ കൂടുതൽ തെളിവുകളാണല്ലോ NIA ശേഖരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അതിന്റെ തുടരന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ PFI ഭീകരവാദികളുമായി ബന്ധപ്പെട്ട നിർണായകമായ നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഭീകരബന്ധങ്ങൾ വെളിവായിരുന്നു. അതിന്റെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി. പ്രത്യേകിച്ച് നിരോധിത ഭീകര സംഘടനയായ PFIക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ഒപ്പം തന്നെ നിരോധന കാലത്തിന് മുമ്പായി PFIയുടെ വിവിധ ഭീകരവാദി നേതാക്കൾ നടത്തിയിട്ടുള്ള ആസൂത്രണങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാമുള്ള അന്വേഷണങ്ങൾ, ഒപ്പം തന്നെ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഈ അന്വേഷണങ്ങളിലെല്ലാമാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് അൽ-ഖ്വയ്ദ IS ലഷ്കർ-ഇ-തോയ്ബ ഭീകരവാദ ഗ്രൂപ്പുകളുമായി കൃത്യമായ ബന്ധം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI പുലർത്തിയിരുന്നു. എങ്ങനെയാണോ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ, ഭീകരവാദ സംഘടനകൾ, ലോക ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്, സമാനമായ പ്രവർത്തനങ്ങളായിരുന്നു PFI നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ആസൂത്രണങ്ങളാണ് നടത്തിയത്. ആ സംഘടനകൾ പ്രവർത്തിച്ചതിന് തുല്യമായി തന്നെ രാജ്യത്ത് ആകമാനം വിവിധ തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നടത്താൻ ആസൂത്രണം ചെയ്തു. രാജ്യത്ത് രക്തരൂക്ഷിത കലാപങ്ങൾക്കുള്ള ഒരു നീക്കം തന്നെയായിരുന്നു PFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. PFI ഭീകരവാദി നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു എന്ന കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന വിവരം നേരത്തെ തന്നെ ഈ പ്രധാനപ്പെട്ട മതഭീകരവാദ നേതാക്കളെ, PFI മതഭീകരവാദ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ലഭിച്ചിരുന്നു. NIAക്ക്, ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. ആ വിവരങ്ങളുടെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI കൃത്യമായി ശ്രമിച്ചു. അവരിൽ മതഭീകരത വളർത്താനും അന്യമത വിദ്വേഷം നടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തി എന്നതിന്റെ കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. PFI ഭീകരർ പല സ്ഥലങ്ങളിലായി നടത്തിയിട്ടുള്ള ആസൂത്രണങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അതിന്റെ സംഘടനാ സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകൾക്ക് ഓരോ പേരുകളായിരുന്നു നൽകിയിരുന്നത്. ടീം ലീഡേഴ്സ് എന്നത് അടക്കമുള്ള പേരുകൾ ഉണ്ടായിരുന്നു. വിവിധ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ കൃത്യമായ ഒരു ഏകോപനത്തോടെയുള്ള ഭീകരവാദ പ്രവർത്തനമായിരുന്നു PFI നടത്തിയത് എന്ന കാര്യമാണ് ദേശീയ അന്വേഷണ ഏജൻസി അതിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഈ PFI മതഭീകരവാദ ഗ്രൂപ്പുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ യുവാക്കളെ സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമാക്കാനും വേണ്ടിയുള്ള ആശയ പ്രചരണങ്ങൾ കൃത്യമായി തന്നെ നടത്തി എന്നതിന്റെ കാര്യങ്ങൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, എങ്ങനെയാണ് ഈ ആസൂത്രണങ്ങൾ നടത്തിയത്, ആരെല്ലാമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ശ്രീനിവാസൻ വധക്കേസിന് സമാനമായി തന്നെ വിവിധ ഹൈന്ദവ നേതാക്കളെ PFI മതഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു. ആ നേതാക്കളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ട് 30ഓളം PFI മതഭീകരവാദികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള
ഉത്തരവിലും ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ അത് അക്കമിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ എങ്ങനെയാണ് ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്, എങ്ങനെയാണ് ഈ മതഭീകരവാദ ഗ്രൂപ്പുകൾ അതിന്റെ കേഡർമാരെ അല്ലെങ്കിൽ അതിന്റെ ഭീകരവാദ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അൽ-ഖ്വയ്ദ, IS, ലഷ്കർ ബന്ധം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം പ്രവർത്തിച്ചിരുന്ന മതഭീകരവാദ ഗ്രൂപ്പുകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും പ്രത്യേക പേരുകളിൽ മതഭീകരവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വനിത നീതി പാസറ, MNP തമിഴ്നാട്, ഒപ്പം തന്നെ കർണാടക ഫോറം ഡിഗ്നിറ്റി, DFT തുടങ്ങി വിവിധ സംഘടനകൾ. ഇത് കേരളത്തിലെത്തുമ്പോൾ അത് NDF എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായി തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളെ മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ PFI മുന്നോട്ട് കൊണ്ടുപോയത് എന്ന കാര്യവും കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനോട് തീർച്ചയായും ജിജീഷ് കരുണാകരൻ, ഇതിൽ നമുക്കറിയാം ഹൈന്ദവ നേതാക്കളെ പോലും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലിയ ഭീകരവാദ പ്രവർത്തനമാണ് ഇവർ നടത്തിയത് എന്നുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. നേരത്തെ ജിജീഷ് പറഞ്ഞു ശ്രീനിവാസിനെ പോലുള്ള നേതാക്കളുടെ കൊലപാതകം. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളിലെ നേതാക്കളെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ ജിജീഷ്? തീർച്ചയായും വിനോദ്, കൃത്യമായി തന്നെ ആസൂത്രണത്തോടെ കൂടുതൽ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയായിരുന്നു PFIയുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ നിരവധി നേതാക്കളെ ഉൾപ്പെടുത്തി. പ്രത്യേകിച്ച് ഈ PFI ലക്ഷ്യമിട്ടിരുന്നത് തങ്ങൾക്കെതിരെ നിരന്തരം സംസാരിക്കുകയും ഭീകരവാദത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്ത നേതാക്കൾ, അത്തരം സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കൾ എന്നിവരെയായിരുന്നു ഇത്തരത്തിൽ മതഭീകരവാദ ഗ്രൂപ്പ് ലക്ഷ്യമിട്ടിരുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ രക്തരൂക്ഷിത കലാപങ്ങളിലേക്ക് നയിക്കാൻ അല്ലെ അത്തരം കാര്യങ്ങൾക്ക് എളുപ്പത്തിൽ ആളുകളുടെ മനോവികാരങ്ങളെ ഇളക്കാൻ കഴിയുന്ന ഏത് സാഹചര്യം ഉണ്ടാകുമ്പോഴും അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്തരൂക്ഷിത കലാപങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന നിർദ്ദേശമാണ് ഈ PFI കേഡറുകൾക്ക് അല്ലെങ്കിൽ PFI ഭീകരവാദ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും തന്നെ വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് ആണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രത്യേക പ്രവർത്തനത്തിന് വേണ്ടി പ്രാദേശിക തലത്തിൽ രൂപം കൊടുത്ത ഗ്രൂപ്പുകൾക്ക് ചില ടീം ലീഡേഴ്സ് തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇവർക്കെല്ലാം ആയുധ പരിശീലനങ്ങൾ കൃത്യമായി നൽകിയിരുന്നു. അത് ഈ ശ്രീനിവാസൻ വധക്കേസിലടക്കം ഉൾപ്പെട്ടുള്ള പ്രതികൾക്ക് അവർക്ക് ആയുധ പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ആയുധ പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ പരിശീലനം ലഭിച്ച വിവിധ ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച നിരവധി ആളുകളുണ്ടായിരുന്നു. ഈ ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടത്തിയിരുന്നത്. അങ്ങനെ ആയുധ പരിശീലനങ്ങൾ ലഭിച്ചിരുന്ന വിവിധ ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച ആളുകൾ, അത്തരം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആയുധ പരിശീലനത്തിന് വേണ്ടി നിയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ PFI മത ഭീകരവാദികൾ പ്രവർത്തിച്ചിരുന്നത്. ഓരോ ഭാഗത്തും 5ഉം 10ഉം പേരടങ്ങുന്ന വിവിധ സംഘങ്ങൾക്ക് ഇവർ പരിശീലനം നൽകി. ആ പരിശീലനം നേടിയ ആളുകൾ അതാത് പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി. അതാത് പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ആക്രമണങ്ങൾ നടത്തേണ്ടത്, കൊലപാതകങ്ങൾ നടത്തേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു. അതിന് സംസ്ഥാന നേതാക്കൾ മുതൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ വരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ ഈ നിരോധിത ഭീകര സംഘടനയുടെ ഭീകരവാദത്തിന്റെ ഏറ്റവും ശക്തമായ വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വേരുകൾ, ആഴത്തിലുള്ള വേരുകൾ കൃത്യമായി പുറത്തുവിടുന്ന റിപ്പോർട്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും നിരവധി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്
ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ നേതാക്കൾക്ക് അപ്പുറം ഈ കേസുമായി ബന്ധമുണ്ടായിരുന്ന വിവിധ PFIയുടെ പ്രവർത്തനങ്ങൾ, ഭീകരവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള നിരവധി ജിജീഷ് കരുണാകരൻ നമ്മുടെ ഈ വാർത്തയ്ക്കൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള കൂടി ചേരുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, ഈ വാർത്ത പ്രധാനമായും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. PFIക്ക് അൽ-ഖ്വയ്ദ IS ലഷ്കർ ബന്ധം ഉണ്ട് എന്നുള്ള വലിയ കണ്ടെത്തലാണ് NIA നടത്തിയിട്ടുള്ളത്. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട ആസൂത്രണങ്ങൾ നടത്തി രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നും NIAയുടെ കണ്ടെത്തലുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു എന്നുള്ള വലിയ കണ്ടെത്തലും വരുന്നു. എങ്ങനെ കാണുന്നു ഈ NIAയുടെ ഈ അന്വേഷണത്തെ, എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ ഒ അബ്ദുള്ള? സോറി, ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല. എനിക്കത് കാണാതെ പ്രതികരിക്കാൻ കഴിയില്ല. അതിപ്പോ ജനൻ TV ആണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവരുന്നത് NIAയുടെ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച്. പക്ഷെ അത് പിന്നെ കാണാതെ പ്രതികരിക്കാൻ കഴിയാത്തൊരു വിഷയം. സോറി. ഓക്കെ, തീർച്ചയായും ശ്രീ ഒ അബ്ദുള്ള ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. കാരണം ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ജിജീഷ് കരുണാകരൻ, നമ്മൾക്കറിയാം NIA നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിൽ പല കാര്യങ്ങളും നമുക്ക് പുറത്ത് ലഭിക്കുമെന്ന് കരുതുന്നു. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം, അത് മാത്രമല്ല സമാധാനകാംക്ഷികളായ മതേതര വിശ്വാസികളായ മുസ്ലിം ചെറുപ്പക്കാരെ കൂടി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോകാനുള്ള ഇവരുടെ ശ്രമം, ഇതൊക്കെ NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ജിജീഷ്? വിനോദ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ. സ്വാഭാവികമായും നേരത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് PFIയുടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെ നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി അതിന് കൃത്യത വരുത്തുന്ന കൂടുതൽ അനുബന്ധ തെളിവുകൾ, മൊഴികൾ കൂടി ശേഖരിച്ച ശേഷമാണ് ഈ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ, അതായത് തുടക്കത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും നൽകിയിരുന്നു. അതിൽ തന്നെ പറഞ്ഞിരുന്നു ജിഹാദി പ്രവർത്തനമാണ്. തുടരുക. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഇപ്പോൾ NIA നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. PFIക്ക് അൽ-ഖ്വയ്ദ IS ലഷ്കർ ബന്ധമുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട് വലിയ ആസൂത്രണങ്ങൾ തന്നെ ഇവർ നടത്തി. രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ഒക്കെ NIAയുടെ അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. എന്താണ് വിലയിരുത്തൽ ശശികല ടീച്ചർ? ഇത് നമുക്ക് NIA ഇപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൊതുസമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്ന കാര്യമാണ്. കേരളം വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോണത്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഇതിന്റെയൊക്കെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് നമുക്ക് പുത്തരിയല്ല. പലപ്പോഴും അവരിൽ നിന്ന് അത്തരം രേഖകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ ലക്ഷ്യം ഹിന്ദു നേതാക്കളോ ഹിന്ദു സംഘടനയോ അല്ല. അവരുടെ ലക്ഷ്യം ഹിന്ദു സമൂഹമാണ്, ഹിന്ദു മതമാണ്. കാരണം ലോകത്ത് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ, കാരണം ശക്തമായ മതബോധമാണ് അവരെ നയിക്കുന്നത്. മറ്റൊരു അനീതിക്കും എതിരെ ഉണ്ടാകുന്ന സംഘടനകളല്ലത്. ജനങ്ങളിൽ തുല്യത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒന്നും ഉണ്ടാക്കുന്ന സംഘടനകളല്ല. ലോകത്തെല്ലായിടത്തും അവരുടെ വിഷയം മതം മാത്രമാണ്. അപ്പൊ ആ മതം മാത്രമാകുമ്പോൾ മറ്റു മതങ്ങൾ എങ്ങനെ ഇല്ലാതാകും? ഞങ്ങളുടേതായ മതം മാത്രം നിലവിൽ വരണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ആരാണോ മറ്റു മതങ്ങൾക്ക് സംരക്ഷകരായി നിൽക്കുന്നത്, അപ്പൊ അവരെ ലക്ഷ്യം വെക്കുന്നത് ആ സമൂഹത്തെയും ആ മതത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വർഷങ്ങളായി ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ മതേതരത്വത്തിന്റെ ബധിരകരണങ്ങളിലാണ് ഇത് പതിച്ചിരുന്നത് എന്നുള്ളത് മാത്രമാണ്. എന്തുമാത്രം തെളിവുകൾ വന്നാലും അവർ ബാലൻസിങ് തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തും. ഈ തൽക്കാലം TV ചർച്ചകളിലോ അല്ലെങ്കിൽ നടക്കുന്ന പ്രസ്താവനകളിലോ മേൽക്കൈ നേടുക എന്നതിനപ്പുറത്ത് രാഷ്ട്രം നീണ്ടു നിലനിൽക്കേണ്ടതാണെന്നും ഇതിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ഇതിന്റെ വൈവിധ്യം നിലനിൽക്കേണ്ടതാണ് നമ്മളിലൊക്കെയുള്ള കടമ എന്നൊന്നുമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയല്ലാതെ ഈ അപ്പാപ്പ പറഞ്ഞു ജയിക്കുക, വോട്ടിനപ്പുറം മറ്റൊന്നും കാണാതെയുള്ള പ്രവർത്തനം നടത്തുക, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭീകരമായ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ശശികല ടീച്ചർ, അതേപോലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ, പ്രത്യേകിച്ചും സമാധാനകാംക്ഷികളായ എല്ലാവരോടും സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കൂടി തീവ്രവാദ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഈ സംഘടന നൽകുന്നു എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലും NIA നടത്തിയിട്ടുണ്ട് ശശികല ടീച്ചർ. അതും വാസ്തവമാണ്. കാരണം
ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകൃഷ്ടരാകാത്ത മുസ്ലിമിനെ അവർക്കും വേണ്ട. നാട്ടിലെല്ലാവരുമായി യോജിച്ചു പോകണമെന്നും അല്ലെങ്കിൽ എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന മുസ്ലിം മതസ്ഥരും ഇസ്ലാം മതസ്ഥരും അവരുടെ കണ്ണിൽ കരടാണ്. അവരെയും ഇല്ലാതാക്കണം. നമുക്ക് നാട്ടിലൊക്കെ തന്നെ ചിന്തിച്ചാൽ അറിയാം, അത്തരക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് ശബ്ദമില്ല. അവർക്ക് ശബ്ദിക്കാൻ ഭയമാണ്. സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഭീകരവാദ പ്രവർത്തനമൊക്കെ തെറ്റാണ് എന്ന് ശബ്ദിക്കാൻ അവർക്ക് ഭയമാണ്. കാരണം ശബ്ദിച്ചാൽ അവരൊറ്റപ്പെട്ടു പോകും, അവരിരയാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അവർ ശബ്ദമില്ലാതെ ഒതുങ്ങുന്നു ഇവരെ ഭയന്നുകൊണ്ട്. ആരെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായാൽ അവരെയും ഇവരെ ഇരയാക്കുന്നു എന്നതാണ് സത്യം. തീവ്ര മതബോധത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അഭ്യസ്ത വിദ്യരായ കുട്ടികളെയൊക്കെ തീവ്ര മതബോധത്തിലേക്ക്, നല്ലൊരു ജീവിതം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആധുനികതയോടൊപ്പം നീങ്ങാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ തീവ്ര മതബോധത്തിലേക്ക് കൊണ്ടുപോവുകയും അവർക്കും നാടിനും ദോഷമായി മാറ്റുകയൊക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ നിത്യേന എന്നോണം ചർച്ച ചെയ്തു. പക്ഷെ അതൊന്നും ഒരു വേണ്ടത്ര ഗൗരവത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ഇസ്ലാം സമൂഹമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇവിടെയും അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ സമാധാന കംസികൾ ഇരയാക്കപ്പെടും എന്നതിന് ഒരു സംശയവുമില്ല. അത് ഒരു പക്ഷേ 1921 കലാപത്തിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കലാപത്തിൽ വന്നവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ അതിൽ വരാത്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശബ്ദമില്ല, അവരെ നമ്മളാരും പരിഗണിക്കുന്നില്ല. അന്ന് അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആരാണോ സമാധാനം ആഗ്രഹിച്ചിരുന്നത് അവർ അന്നും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. തീർച്ചയായും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാലത്തും വേട്ടയാടപ്പെടുന്നത് എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ഈ വാർത്തയോട് പ്രതികരിച്ചത്.